മൊഹീദ്ദീൻ മാലയും കുത്തുബിയത്തും തമ്മിൽ ഗണ്ണനാണ് ശരിക്കും. ഭയങ്കര യുദ്ധമാണ്. കാരണം മൊഹീദ്ദീൻ മാല പ്രകാരം ബല്ലേ നിലത്തിന്നും എവിടുന്ന് ആര് എന്നെ ഒറ്റ വിളിച്ചാൽ വായുകൂട ഉത്തരം കൊടുക്കും, വായുകൂട മുമ്പെന്നെ ഉത്തരം കൊടുക്കുന്നതാണ് മൊഹീദ്ദീൻ മാലക്കാരൻ പറയണത്. എന്നാൽ കായൽ പട്ടണത്തുകാരൻ്റെ കുത്തുബിയത്ത് പ്രകാരം വമയുനാദിസ്മി അൽഫം ബിഹൽവത്തിഹി അസ്മം ബിഹിമ്മത്തിഹി സൊർമല്ലി അഫുവത്തിഹി എന്നാണ്. ഒഴിഞ്ഞിരുന്ന് ആരുമില്ലാത്തൊരു പറമ്പിലോ എവിടെയെങ്കിലും ഒഴിഞ്ഞിരുന്നിട്ട് എന്ത് ചെയ്യണം? 1000 തവണ എൻ്റെ പേര് വിളിക്കണം എന്നാണ്. അപ്പോൾ നമ്മൾ സംശയിക്കേണ്ട 1000 തവണ വിളിക്കണം എന്നുള്ളത് മൊഹീദ്ദീൻ മാലയിൽ ഒറ്റത്തവണ വിളിയാണോ? അല്ല. അതിൻ്റെ വ്യാഖ്യാനം എന്താ അറിയോ? പൂർണ്ണ ശുദ്ധിയോടെയും നല്ല വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ടും സുഗന്ധ ദ്രവ്യവും ഉപയോഗിച്ചുകൊണ്ടും കളിത്തമാശകളും ഉറക്കവും ഉപേക്ഷിച്ചുകൊണ്ടും മനഃശക്തി ഉറപ്പിച്ചുകൊണ്ടും ആരെങ്കിലും ഖിബിലക്ക് അഭിമുഖമായി നിന്നുകൊണ്ടും ഗൗസുൽ ആലമിനെ വിളിച്ചാൽ ഒട്ടും താമസം കൂടാതെ ഉത്തരം ലഭിക്കുമെന്നാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് 1000 തവണയാണല്ലോ ഗൗസുൽ ആലമിൻ്റെ നാമം വിളിക്കേണ്ടത്, ആ ചർച്ചയാണ്. അവിടെയും പറയണം എന്താ അറിയോ? 1000 തവണ സരസിലുള്ള ആളുകൾ 200 വെച്ച് വിളിച്ചാൽ പോരാ, എല്ലാവരും 1000 വിളിക്കണം എന്നാണ്. എല്ലാവരും വിളി എങ്ങനെ? യാ ഗൗസ് യാ മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിറിൽ ജീലാനി എന്ന് 1000 വട്ടം വിളിച്ചാലാണത്രേ എന്ത് ചെയ്യുക? അജബത്തുഹു മുസ്രിഅൻ ലി അജ്ലി ദഅവതിഹി ഫല്യദു യാ അബ്ദുൽ ഖാദിർ മുഹയ്യദ്ദീൻ എന്ന് പറയണം എന്നാണ്. ഇപ്പോൾ നമ്മൾ ഈ വായിച്ചിട്ടുണ്ടല്ലോ, ഈ വായിച്ചത് വെച്ച് നോക്കുമ്പോൾ ഇതെന്ത് താലീമ? കാരണം അള്ളാഹിൻ്റെ മുമ്പിൽ നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്, അതേ കാര്യങ്ങൾ ഈ മൊഹീദ്ദീൻ ഷെയ്ഖിൻ്റെ മുമ്പിൽ ചെയ്യണം എന്നല്ലേ ഈ പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ പറയുന്നത്, സമസ്ത കൊണ്ട് നടക്കുന്നത് പച്ചയായ ഇബാദത്താണ്. തഅലീമിൻ്റെ മറവിലുള്ള ഇബാദത്ത് അള്ളാഹു അല്ലാത്തവർക്ക് കൊടുക്കുന്നു എന്നതാണ് സമസ്ത ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്.